Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 4ന്റെ പാർട്ട് ബി യിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1, 2, 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ട് ബി തന്നെ മൊഡ്യൂൾ 4ന്റെ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Explain the principle of Borden gauge. Borden gauge എന്താണെന്നുള്ളത് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബോർഡൻ ഗേജ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. നമുക്കൊരു പ്രഷറിനെ അതായത് പ്രഷറിനെ മെഷർ ചെയ്ത് അതിന്റെ റിസൾട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ബോർഡൻ ഗേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ഗ്യാസ് സ്റ്റേറ്റിലുള്ളതോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലോ ഉള്ള ഒരു സിസ്റ്റത്തിനുള്ള പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബോർഡൻ ഗേജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗേജ് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പോപ്പുലർ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രഷർ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചീപ്പാണ്, വളരെ റിലയബിൾ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് നമുക്ക് യൂസ് ചെയ്യുന്നത് ആ ഒരു റിലേറ്റീവ് പ്രഷർ റേഞ്ചിങ്ങിനനുസരിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഏകദേശം നമുക്കൊരു 0.6 മുതൽ 7000 ബാർ വരെയുള്ള പ്രഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രഷർ ആയിട്ടാണ്, നമ്മൾ ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ പവർ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇലക്ട്രിക്കൽ പവർ ഇല്ലാതെ തന്നെ നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ബോർഡൻ ഗേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ വൈസ് ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒരു സീ മോൾഡഡ് ഹോളോ ട്യൂബ് ആണ് നമുക്കിവിടെ വരുന്നത്. അവിടെ നമുക്കൊരു 1 പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രഷർ ടാപ്പിംഗുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു സെന്റ് നമുക്ക് ലെഫ്റ്റ് ഫ്രീ ആയിട്ടും ഒരെണ്ണം നമുക്കത് കണക്റ്റഡ് ആയിട്ടുമാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ക്രോസ് സെക്ഷൻ പോർഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് നമുക്ക് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എലിപ്റ്റിക്കൽ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു സർക്കുലർ ക്ലോക്രോസ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു സെഗ്മെന്റിലേക്ക് റീച്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ആവുകയും ഈ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുകയുമാണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ഫ്രീ എൻഡ് ഓഫ് ദ ട്യൂബ് ആ ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ആകും. അതായത് ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ആകുകയും അപ്പൊ നമുക്ക് ഇവിടെ ഒരു മെഷർമെന്റ് റീഡിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ആ ഒരു മെഷർമെന്റിന്റെ റീഡിങ്ങിനനുസരിച്ച് നമുക്ക് പ്രഷർ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു കൺസ്ട്രക്ഷനും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു അപ്ലൈഡ് പ്രഷർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു ഡിഫ്ലക്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റിംഗ് മെക്കാനിസം ഇവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഫ്രീ എൻഡോ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്താകും, ഈ ഒരു ട്യൂബ് അങ്ങനെ നീങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രഷർ റീഡിംഗ് ഈസി ആയിട്ട് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഫോസ്ഫർ ബ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ബെറീലിയം, കോപ്പർ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ 2 ഇഞ്ച് ഓവറോൾ ഡയമീറ്റർ ഉള്ള ഈ ഒരു സി ട്യൂബിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഏകദേശം ഒരു 1/8 ഇഞ്ച് ആയിരിക്കും, നമുക്ക് 1/8 ഇഞ്ച് ആയിരിക്കും നമുക്ക് ആ ഒരു ഫ്രീ ട്യൂബിൽ അല്ലെങ്കിൽ ഒരു ഫ്രീ എൻഡിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സി ട്യൂബ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ പല ടൈപ്പുകളിൽ നമുക്ക് വരുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹെലിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബെഞ്ച് അല്ലെങ്കിൽ സ്പൈറൽ ട്യൂബ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്യൂബുകൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷനും ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ ആണ് അല്ലെ. ഒരു കോംപ്ലിക്കേഷൻ വരുന്ന ഒരു കൺസ്ട്രക്ഷനും അല്ല, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് വേറെ കുറെ ആപ്ലിക്കേഷൻസുകൾ വരുന്നത്, വേറെ കുറെ പ്രഷർ മെഷറിംഗ് ഡിവൈസസുകൾ ഉണ്ട്. അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി ടു യൂസും ആണ്. ഹൈ പ്രഷർ വരെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ വളരെ ലോ പ്രഷർ നമുക്ക് ഈ ഒരു ബോർഡൻ ഗേജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇലക്ട്രിക്കൽ പവർ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് നമ്മൾ പറഞ്ഞു, കാരണം നമുക്കൊരു ഇലക്ട്രിക്കൽ പവറിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്ക് ഗുഡ് അക്യൂറസി നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രഷർ മെഷറിംഗ് ഡിവൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റും വളരെ ലോ ആയിട്ടാണ് നമുക്ക് ബോർഡൻ ഗേജിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജുകൾ എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രഷറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ പെട്ടെന്ന് അത് റെസ്പോണ്ട് ആകും അല്ലെ. അതായത് ചെറിയൊരു സ്മോൾ ചേഞ്ച് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ വൈബ്രേഷൻസോ ഷോക്കുകൾക്കൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. ചില സമയത്ത് ഹിസ്റ്ററിസിസിനും കൂടി കാരണമാകുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോർഡൻ ട്യൂബിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് വരികയാണെങ്കിൽ ആ ഒരു ട്യൂബിന്റെ ഡിസ്പ്ലേസ്മെന്റ് വളരെ ലോ ആണെങ്കിൽ നമുക്കൊരു ആംപ്ലിഫിക്കേഷന്റെ ആവശ്യം വരുന്നുണ്ട്, നമുക്ക് റിസൾട്ട് നോട്ട് ചെയ്യാനായിട്ട്.
ഇനി ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ പ്രൈമറി യൂസ് ചെയ്യുന്നത് ആ ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെ മെഷർ ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡിലും സോളിഡിലുള്ള മെഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനലോഗ് പ്രഷർ മീറ്റർ ആണ് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് പ്രഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്രോളിയം ഇൻഡസ്ട്രികളിലൊക്കെ നമുക്ക് ഈ ഒരു ബോർഡൺ ഗേജ് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബോർഡൺ ഗേജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എ സ്ട്രെയിൻ ഗേജ്, ഡിസ്കസ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിൻ ഗേജ് എന്താണെന്നുള്ളതും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷനും കൂടി നമുക്ക് പറയണം. അപ്പൊ സ്ട്രെയിൻ ഗേജ് എന്താന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ ആണ് അല്ലെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ ആണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ എന്താ പറയുക, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിൽ എന്ത് ചെയ്യാം, ആ ഒരു ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ടാകും അല്ലെ. ഈ ഡീഫോർമേഷൻ ചിലപ്പോൾ ഒരു കംപ്രസീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ടെൻസൈൽ ആയിരിക്കാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സ്ട്രെയിൻ എന്നുള്ള ഒരു പേരിൽ നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രെയിൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെയിൻ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഡീഫോം ആവുകയാണ്, അതിന്റെ ഒരു എലാസ്റ്റിസിറ്റി ലിമിറ്റ് ഉണ്ടാകും. ആ ലിമിറ്റിനകത്ത് വെച്ച് തന്നെ അതിന്റെ ആ ഒരു ഡീഫോർമേഷൻ നടക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു നാരോ ആകാം, അല്ലെങ്കിൽ ഒരു ലോങ്ങർ ആകാം, അതല്ലെങ്കിൽ ഒരു ഷോർട്ടറും ബ്രോഡ്നെസ്സും ആകാം. എന്താണെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമ്മുടെ അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസിൽ, ഒരു എൻഡ് ടു എൻഡ് റെസിസ്റ്റൻസിൽ നമുക്ക് ചേഞ്ചസ് ഒക്കെ ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ഡീഫോം ആവുകയും ഈ ഒരു ഡീഫോർമേഷൻ അതിന്റെ ലെങ്തിനെയോ അതല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയനെയോ എന്തിനെങ്കിലും ചേഞ്ച് ആവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ചേഞ്ച് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം സ്ട്രെയിൻ എക്സ്പീരിയൻസ് ആകുന്നുണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ചേഞ്ച് വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതിൽ എക്സ്പീരിയൻസ് ആകുന്ന സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രെയിൻ ചേഞ്ച് ആകുന്നത് നമുക്ക് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സ്ട്രെയിൻ ഗേജിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ബാക്ക് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഒരു ടൈനി വയർ അതല്ലെങ്കിൽ ഒരു ഫോയിലുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അത് വളരെ ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയ കോപ്പർ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വയർ അതല്ലെങ്കിൽ ഈ ഒരു ഫോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഫോം ആകും. നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെയിൻ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ആ ഒരു സ്ട്രെയിൻ ഗേജിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വയർ അല്ലെങ്കിൽ ഫോയിൽ എന്ന് പറയുന്നത് ഡീഫോം ആവുകയും അതിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയയിലും നമുക്ക് ചേഞ്ച് വരുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിലും ചേഞ്ച് ആകുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ച് ആകുമ്പോൾ എന്താകും, അതിൽ എക്സ്പീരിയൻസ് ആകുന്ന സ്ട്രെയിനും നമുക്ക് ചേഞ്ച് ആവുകയാണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ചേഞ്ച് നമ്മൾ മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വീറ്റ്സോൺ ബ്രിഡ്ജുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു റെസിസ്റ്റൻസ് ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതിന് വീറ്റ്സോൺ ബ്രിഡ്ജ് ആണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് 4 റെസിസ്റ്റീവ് ആംസുകളാണ് നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞ വീറ്റ്സോൺ ബ്രിഡ്ജ് പോലെ തന്നെ നമുക്ക് 4 റെസിസ്റ്റീവ് ആംസുകളാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ അതിൽ നമുക്ക് 3 റിമൈനിങ് 3 ആംസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിക്സ്ഡ് റെസിസ്റ്ററും ഒരെണ്ണം മാത്രമായിരിക്കും നമുക്ക് അതൊരു വേരിയബിൾ റെസിസ്റ്റൻസ് വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു വീറ്റ്സോൺ ബ്രിഡ്ജിൽ വരുന്ന ഇംബാലൻസ് അതെന്താ നമുക്ക് വരുന്നത്, അതാണ് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ കാരണമാണ് നമുക്ക് ആ ഒരു വീറ്റ്സോൺ ബ്രിഡ്ജിൽ വരുന്ന ഇംബാലൻസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ട്രെയിൻ ഗേജിന്റെ റെസിസ്റ്റൻസിന് ചേഞ്ചസ് വരുന്നതിനും കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രെയിൻ ഗേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെയിൻസ് മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ആണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന ഒരു സെവറൽ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് സ്ട്രക്ചറൽ കോമ്പണന്റുകൾ, സ്ട്രെസ്, ലോഡ്, ഡിഫോർമേഷൻ, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ഇതാണ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ വയേഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് 2 വയേഴ്സുകൾ. അത് നമ്മളൊരു സോൾഡർ പാഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു റെസിസ്റ്റീവ് ഫോയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഗേജ് പാക്കിംഗ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ കോപ്പർ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്ട്രെയിൻ ഗേജിന്റെ ഒരു സ്ട്രക്ചറൽ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ വളരെ ഹൈ സെൻസിറ്റിവിറ്റി ആണ്, വേഴ്സറ്റിലിറ്റി ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, റിയൽ ടൈം മോണിറ്ററിംഗ് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. മെഷർമെന്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് വാല്യൂ ആണ്. പിന്നെ അതിന്റെ എന്തെങ്കിലും ഒരു ഡാമേജ് ആകുന്ന കൂടുതൽ വൾനറബിലിറ്റി ആണ്, നമുക്ക് ആ ഒരു ഡാമേജ് ആകുന്നതിന് കൂടുതൽ ചാൻസസുകൾ വരുന്നുണ്ട്.
ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇൻഡസ്ട്രി ബേസിസിൽ വരുന്നത്. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ അനാലിസിസ്, ആ ഒരു മെറ്റീരിയലിന്റെ എഫക്റ്റുകൾ നമുക്ക് എന്തൊക്കെയാണ്, സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ മെഷർ ചെയ്യാനായിട്ട്, ലോഡ് സെൽസുകൾ, പ്രഷർ സെൻസേഴ്സ്, ഫോഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇതിന്റെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വാല്യൂ മെഷർ ചെയ്യുന്നതിന്, സ്ട്രെയിൻ മെഷർ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് എക്സ്പെരിമെന്റൽ സ്ട്രെസ് അനാലിസിസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, എയ്റോസ്പേസിൽ വരുന്നുണ്ട്, ഓട്ടോമേറ്റീവില്, സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ, അങ്ങനെ ഒരു നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സ്ട്രെയിൻ ഗേജിന് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്ട്രെയിൻ ഗേജിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ഹൗ IoT ഈസ് യൂസ്ഡ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റനിങ് ആൻഡ് സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. IoT അല്ലെ, ഇൻഫർമേഷൻ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റനിങ്ങിലും അതുപോലെ തന്നെ സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റത്തിലും എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റനിങ് യൂസിങ് IoT ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. IoT സെൻസേഴ്സ് ലൈക്ക് മോഷൻ സെൻസേഴ്സുകൾ ഉണ്ടാകും, ഡിറ്റക്ടേഴ്സ് ഉണ്ടാകാം, ലൈറ്റ് സെൻസേഴ്സ് ഉണ്ടാകാം, ക്യാമറകളാകാം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ സെൻസേഴ്സുകൾ റിയൽ ടൈം ഡേറ്റകൾ കളക്ട് ചെയ്യും, ലൈക്ക് ഡിറ്റക്ടിങ് മൂവ്മെന്റ്സ്, കാറുകളോ പീപ്പിളോ ബൈസൈക്കിളോ എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മൂവ്മെന്റ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്യുകയും അതെങ്ങനെ നമുക്ക് അതിന്റെ ആംബിയൻ ലൈറ്റിന്റെ ആംബിയൻ ലെവൽ അനുസരിച്ച് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഡേറ്റ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് സ്ട്രീറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ ഡിം ലൈറ്റ്, ബ്രൈറ്റ് ആൻഡ് ലൈറ്റ്, ഇങ്ങനെ രണ്ട് ലൈറ്റുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഡിം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് മൂവ്മെന്റുകൾ ഒന്നും തന്നെ ഇല്ല, അപ്പൊ നമുക്ക് എനർജി സേവ് ചെയ്യുന്നതിന് വേണ്ടി അത് ഡിം ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ ഡിറ്റക്ട് ആവുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രൈറ്റൻ ആകും. കാരണം എന്താണ്, ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ സ്ട്രീറ്റ് ലൈറ്റ്സുകളും ഒരു സെൻട്രൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യും. കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ക്ലൗഡ് ബേസ്ഡ് ഇതായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, ലൈക്ക് വയർലെസ് നെറ്റ്വർക്ക്, ലൈക്ക് LoRaWAN, NB IoT, അങ്ങനെയുള്ള പല സിസ്റ്റവുമായിട്ട് നമുക്ക് ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റ് കണക്ഷൻസുകളെല്ലാം തന്നെ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു കൺട്രോൾ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും, ലാമ്പിന്റെ ഹെൽത്ത്, ഷെഡ്യൂൾ മെയിൻ്റനൻസുകൾ, എനർജി ഒപ്റ്റിമൈസേഷൻ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു സ്ട്രീറ്റിൽ നമുക്ക് കുറച്ച് നെയ്ബർ ഡിംസുകൾ വരികയാണ്, 30% ആണ് മിഡ് നൈറ്റിൽ വരുന്നത്. പക്ഷെ അത് ഇൻസ്റ്റന്റ്ലി ബ്രൈറ്റൻ ആവുന്ന ഒരു 100%, ഇപ്പോൾ ഒരു കാർ അപ്രോച്ച് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 100%ഓളം നമുക്കത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 30% എന്ന് പറയുന്നത് ഡിം ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു എനർജി സേവിങ് വരികയും 100% കൊടുക്കുന്നത് എന്താണ്, ആ ഒരു കാർ മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ലൈറ്റ് വരണം, ഒരു വെളിച്ചം വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 100% ബ്രൈറ്റ്നസ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു എനർജി സേവിങ് വരുന്നുണ്ട്, ഒരു പബ്ലിക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു IoT ബേസ്ഡ് ലൈറ്റനിങ് സിസ്റ്റത്തിൽ, സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം ആണ് IoT യൂസ് ചെയ്തിട്ട്. അപ്പൊ IoT സെൻസേഴ്സുകൾ എന്തൊക്കെയാണ്, ഗ്രൗണ്ട് എംബഡഡ് വരുന്നുണ്ട്, ക്യാമറ ബേസ്ഡ് വരുന്നുണ്ട്. ഇത് ഓരോ പാർക്കിംഗ് സ്പേസിലും പ്ലേസ് ചെയ്തിട്ടുണ്ടാകും നമുക്ക്. അപ്പൊ സെൻസർ എന്ത് ചെയ്യുന്നുണ്ട്, പാർക്കിംഗ് സ്പോട്ട് ഒക്യുപ്പഡ് ആണോ വാക്കന്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇൻഫർമേഷൻ റിയൽ ടൈം സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് പാസ് ചെയ്യും. അതായത് നമുക്കൊരു പാർക്കിംഗ് സ്പേസിൽ നമുക്ക് അവൈലബിൾ ആണോ, സ്പേസ് അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കുകയാണ് അല്ലെ. സ്പേസ് അവൈലബിൾ ആണോ, അതല്ലെങ്കിൽ വാക്കന്റ് അല്ലെങ്കിൽ ഒക്യുപ്പൈഡ് ആണോ എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ആ സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് പാസ് ചെയ്യണം. അപ്പൊ ഡ്രൈവറിന് ഈ ഒരു ഡേറ്റ മൊബൈൽ ആപ്പ് വഴി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ബോർഡ് വഴി നമുക്ക് റിസീവ് ചെയ്യുകയും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പാർക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്പേസിൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന ഡ്രൈവറിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഡ്രൈവർ എന്ത് ചെയ്യും, കറക്റ്റ് ആ ഒരു സ്പേസിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് മീറ്റേഴ്സും പേയ്മെന്റ് സിസ്റ്റവും ഇതെല്ലാം നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് പേയ്മെന്റ് ഇതുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഡ്രൈവർ ഒരു ബിസി മാളിലേക്ക് പാർക്ക് ചെയ്യാനായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്താണ്, ഒരു 3 empty സ്പോട്ടുകൾ വരുന്നുണ്ട്, ലെവൽ 2 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു പർട്ടിക്കുലർ സ്പേസിൽ, അതായത് ലെവൽ 2 റോ ബിയിൽ നമുക്ക് ഇന്ന സ്പേസിൽ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ ആ ഡ്രൈവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് ആ പർട്ടിക്കുലർ സ്പേസിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും അതിന്റെ പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് നടത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ട്രാഫിക് കൺജഷൻ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യാം മാക്സിമം, അത് കൂടുതലായിട്ട് പാർക്കിംഗ് സ്പേസുകൾ കൂടുതലായിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റ ഇൻസൈറ്റ്, ഒരു സിറ്റി പ്ലാനിങ്ങിനനുസരിച്ചുള്ള ഒരു ഡേറ്റ ഇൻസൈറ്റ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 രീതിയിലാണ് സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റം IoT യൂസ് ചെയ്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ആൻ ആക്സിലറോമീറ്റർ. ആക്സിലറോമീറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്സിലറേഷൻ, അതിൽ എക്സ്പീരിയൻസ് ആകുന്ന ആക്സിലറേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ആക്സിലറോമീറ്റർ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക്
എന്തെങ്കിലും മോഷൻസുകളോ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഒക്കെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനുമായിട്ടാണ് നമുക്ക് ഈ ഒരു ആക്സിലറോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോഴ്സുകൾ ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിരിക്കാം അല്ലെ, ലൈക്ക് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആകാം, അതല്ലെങ്കിൽ ഡൈനാമിക് ആയിരിക്കാം. അതെങ്ങനെയായിരിക്കും, എന്തെങ്കിലും മൂവ്മെന്റുകൾ കാരണം അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ കാരണമോ ഇങ്ങനെയുള്ള ഫോഴ്സുകളായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഈ പറയുന്ന ആക്സിലറേറ്റിംഗ് ഫോഴ്സിനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ ഒരു മൂവ്മെന്റ് പാറ്റേൺ അനലൈസ് ചെയ്യാനും നമുക്ക് ഈ ഒരു ആക്സിലറോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എവിടേക്കാണോ ആക്സിലറേഷൻ മെഷർ ചെയ്യുന്നത്, പല ഡയറക്ഷനിലുള്ള വരുന്ന ആക്സിലറേഷൻ എവിടേക്കാണോ മെഷർ ചെയ്യേണ്ടത് ആ കേസുകളിലൊക്കെ നമുക്ക് ആക്സിലറോമീറ്റർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ കോമ്പണന്റുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാസ് ആണ് അല്ലെ. ആക്സിലറോമീറ്റർ നമുക്കൊരു ചെറിയൊരു സ്മോൾ മാസ്, അതായത് എക്സ്പീരിയൻസ്, അതിലാണ് നമുക്കൊരു ആക്സിലറേഷൻ ചേഞ്ചസുകൾ എക്സ്പീരിയൻസ് ആകുന്നത്. അപ്പൊ ഈ ഒരു മാസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്പ്രിംഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേറെ മെക്കാനിസവുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു സെൻസിങ് എലമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു മാസിന്റെ മൂവ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് സെൻസ് ചെയ്യുകയും അത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു സെൻസിങ് എലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു കോമൺ, അതായത് മെക്കാനിക്കൽ മോഷനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് ഈ പറയുന്ന സെൻസിങ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ സെൻസിങ് എലമെന്റുകൾ എന്ന് പറയുന്നത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് പ്ലേറ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം ആയിരിക്കും. അതായത് MEMS ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സിഗ്നൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്, സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽ, ഈ സെൻസിംഗ് എലമെന്റിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രോസസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് യൂസ് ചെയ്താണ്, ഒരു ആക്സിലറോമീറ്ററിനുള്ളിൽ തന്നെയുള്ള ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഈ സർക്യൂട്ടിൽ ആംപ്ലിഫയേഴ്സ് ഉണ്ടാകാം, ഫിൽറ്റേഴ്സ് ഉണ്ടാകാം, അനലൈസേഴ്സ് ഉണ്ടാകാം, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സുകൾ ഉണ്ടാകാം അല്ലെ. പല ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് അതിന്റെ സിഗ്നൽ, നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോസസിംഗ് സർക്യൂട്ടുകളും ഈ പറയുന്ന ആക്സിലറോമീറ്ററിനുള്ളിൽ തന്നെയാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ആക്സിലറോമീറ്റർ ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ആക്സിലറേഷൻ ഫോഴ്സ് മെഷർ ചെയ്യുന്നതിനാണ് അല്ലെ. അത് സ്റ്റാറ്റിക്കോ അല്ലെങ്കിൽ ഫുൾ ഓഫ് ഗ്രാവിറ്റി, ഡൈനാമിക്, ഇതെല്ലാം ആയിരിക്കാം. അപ്പൊ ഇതിന്റെ ഒരു കോർ കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു സെയ്സ്മിക് മാസ് ആണ്. അതെന്ന് പറയുന്നത് ഒരു പ്രൂഫ് മാസ് എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് ആ ഒരു മെക്കാനിക്കൽ സസ്പെൻഷൻ സിസ്റ്റവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഡിവൈസ് ആക്സിലറേറ്റ് ആകുമ്പോൾ ഈ ഒരു മാസ് ഡിസ്പ്ലേസ് ആവുകയും അത് അതിന്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിലേക്ക് ഡിസ്പ്ലേസ് ആകും ആ ഒരു എനർഷ്യ കാരണം. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡിറ്റക്ട് ചെയ്യുകയും അത് കൺവേർട്ട് ആവുകയാണ്. ഒരുപാട് സെൻസിങ് എലമെന്റുകൾ യൂസ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യുകയും ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്സിലറോമീറ്ററുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ആക്സിലറോമീറ്ററുകൾ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ അനുസരിച്ച് യൂസ് ചെയ്യുന്ന ആക്സിലറോമീറ്ററിനനുസരിച്ച് അത് ഡിറ്റക്ട് ചെയ്യുകയും അതിന്റെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിന്റെ റീഡിംഗ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ആക്സിലറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോമേറ്റീവ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എയ്റോസ്പേസ്, അതുപോലെ തന്നെ ഏവിയേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട്, ഹെൽത്ത് കെയർ, ബിൽഡിംഗ് ആൻഡ് സ്ട്രക്ചറൽ മോണിറ്ററിംഗ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന ആക്സിലറോമീറ്ററിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 4 പാർട്ട് B എന്നുള്ള ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.